സുഹൃത്തുക്കളെ, ഏവർക്കും മറുപുറത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യരുടെ 4 തരം സ്വഭാവ രീതികളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ 4 തരം മനുഷ്യരെക്കുറിച്ചാണ്. ആദ്യത്തെ ഭാഗത്ത് 2 തരത്തിലുള്ള ആൾക്കാരെക്കുറിച്ച്, അതായത് ബിലോ ആവറേജ്, ആവറേജ് പീപ്പിൾ എന്നിവരെക്കുറിച്ച് നാം സംസാരിച്ചു. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള 2 ആൾക്കാരെക്കുറിച്ചാണ്. 3-ാം സ്ഥാനത്ത് ഉള്ളത് നമ്മൾ പറഞ്ഞു ആവറേജ് പീപ്പിളാണ്, അതായത് വസ്തുതകളെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ, ശരി തെറ്റ് എന്നിവയെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്ന ആൾക്കാർ. അടുത്തതായി നമ്മൾ 2ാമത്തെ തരത്തിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ദേ ആർ ഗുഡ് പീപ്പിൾ. അവരെങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കുന്നത്, അവരെങ്ങനെയാണ് ആവറേജ് പീപ്പിളിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാന വ്യത്യാസം ഇവർ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ, ഗുഡ് പീപ്പിൾ ടോക്സ് അബൌട്ട് ഐഡിയാസ്, അതായത് അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആവറേജ് പീപ്പിളും ഗുഡ് പീപ്പിളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ആവറേജ് പീപ്പിൾ ശരി തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതിനപ്പുറം അവർ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിലും ശരികൾ എന്താണ്, ശരികൾ ആയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് തെറ്റാണ്, അതുകൊണ്ട് ഞാനിത് ചെയ്യല്ല അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ മാത്രമായിരിക്കും ആവറേജ് പീപ്പിൾ. പക്ഷേ ഗുഡ് പീപ്പിൾ, അവർക്കൊരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകും. ആ ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനും ആ സൊല്യൂഷന് വേണ്ടി എന്തെങ്കിലും ശ്രമിക്കാനും അല്ലെങ്കിൽ ആ സൊല്യൂഷൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും നോക്കുന്നവരാണ് ഗുഡ് പീപ്പിൾ. പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർ സമൂഹത്തിലൊരു 15% ഉണ്ടാകുമെന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് പൊതുവെ. ഇനി നമ്മുടെ നമ്പർ 1 ടൈപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്, അതായത് ഏറ്റവും ഔന്നത്യമുള്ള ആൾക്കാർ, സമൂഹത്തിൽ വെറും 5% മാത്രമുള്ള ഇവരെയാണ് നമ്മൾ എക്സലൻറ്റ് പീപ്പിൾ, അല്ലെങ്കിൽ ഔന്നത്യമുള്ള മഹത് വ്യക്തികൾ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ. അവരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഇൻസ്പയർ. അവർ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്നു. എങ്ങനെ? അവരുടെ വ്യക്തിത്വം കൊണ്ടും അവരുടെ പെരുമാറ്റം കൊണ്ടും അവരുടെ ജീവിത രീതികൾ കൊണ്ടും. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഗാന്ധി, മദർ തെരേസ, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, അംബേദ്കർ എക്സെട്ര. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ.